രാവിലെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദക്ഷ് വന്ന് ഒക്കത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൻ്റെ മൂടി ശരിയാക്കിയാലല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കൂ. അപ്പം അവനെ ഒന്ന് സന്തോഷിപ്പിച്ചു. പിന്നെ ദോശയ്ക്ക് ഇന്ന് ബുൾസയും മതി എന്ന് പറഞ്ഞപ്പം ബുൾസയും നമ്മുടെ തക്കാളി സോസ് ഉണ്ടല്ലോ അതും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. പിന്നെ രാവിലത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഭക്ഷണം കഴിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഉണ്ടാക്കാൻ തോന്നില്ലല്ലോ. അപ്പം പയറും തോരനും കഞ്ഞിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ചെമ്മീൻ കണ്ടപ്പം ദക്ഷുവിന് അത് വാങ്ങിച്ചേ പറ്റൂ. അവനിഷ്ടമാണ് ചെമ്മീനും കൂന്തലൊക്കെ. അപ്പം പയറും ചെമ്മീനും കൂടി തോരൻ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടേനെ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അവനിങ്ങനെ പെറുക്കി തിന്നാനാണ് ചെമ്മീൻ. അപ്പം പിന്നെ വെറുതെ കറി വയ്ക്കണ്ടല്ലോ. അപ്പം നമ്മുടെ പയറും ചെമ്മീനും മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതൊന്ന് വെന്ത് വരുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ചെറിയുള്ളിയും ചതച്ചതിട്ട് എടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ മുളകുണ്ടല്ലോ, നമ്മളെ ഉണക്കമുളക് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ ഉണക്കമുളകും പിന്നെ നമ്മുടെ പച്ചമുളകുണ്ടല്ലോ ആ ഒരു എരിവാണ് കാര്യമായിട്ട്. അത് നല്ലെണ്ണം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിന് അത് തന്നെ മതി കേട്ടോ. ഞാൻ പിന്നെ ദക്ഷുവിന് കൊടുക്കാനുള്ളതിനെ കൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് മൂത്ത് വന്നാൽ പിന്നെ നമുക്ക് ആ പയറും ചെമ്മീനും വേവിച്ചതുണ്ടല്ലോ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പയറും ചെമ്മീനും റെഡിയായി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അവന് ചെമ്മീൻ ഇങ്ങനെ എടുത്ത് കഴിക്കാനാണല്ലോ. അപ്പോൾ അടിപൊളിയാണ് അമ്മ എന്നാണ് പറഞ്ഞത്. അപ്പം കഞ്ഞിയും പയറും ചെമ്മീനും കൂടിയാണ് ഇന്നുണ്ടാക്കിയത്. അപ്പോൾ അത് കഥയൊക്കെ പറഞ്ഞ് കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ഞങ്ങളൊന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോയിട്ടോ. വീടിനടുത്ത് ഇവിടെയുള്ള വഴിയിലൂടെയൊക്കെ നടന്ന് അവിടെ കുറച്ച് വെള്ളമുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അതിലൂടെയൊക്കെ ഒന്ന് വെള്ളത്തിലൊക്കെ കളിച്ച് വരാൻ ദക്ഷിണ ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഇവിടെ തന്നെ ഇരിക്കില്ലേ, അങ്ങനെ കാര്യമായിട്ടൊന്നും പോകാറില്ല. മഴ മാറിയപ്പോൾ അതാ പനിയൊക്കെ കൂടിയായിട്ട്. അപ്പം വെള്ളമൊക്കെ ഉള്ള സ്ഥലം കറക്റ്റ് അറിയാം. അതുകൊണ്ട് ആ സമയത്ത് നടക്കാൻ തന്നെ പറയും കേട്ടോ. അപ്പം 2-3 തവണ അങ്ങോട്ട് വെള്ളത്തിലേക്ക് തന്നെ പോയി വെള്ളത്തിലൊക്കെ കളിച്ച്. പിന്നെ ഇത് ഞങ്ങളുടെ ഇവിടെ ഉള്ളൊരു മങ്കുഴിയാണ് കേട്ടോ. ഒരു തവണ അവിടെ കൊണ്ടുപോയതാണ്. പിന്നെ അതിലൂടെ പോകുമ്പോൾ എപ്പോഴും അവിടെ പോയി അതൊന്ന് കണ്ട് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പം ദക്ഷ ഒന്ന് ഹാപ്പി ആയിട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് കുട്ടികളെ, വലിയവരായാലും കുട്ടികളായാലും ഇടയ്ക്കൊന്ന് പുറത്തൊക്കെ പോയാലല്ലേ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ബോറടിക്കുമല്ലോ. അപ്പോൾ ദക്ഷ ഹാപ്പിയായി. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ 1-2 സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോയിട്ടോ.